അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഏവർക്കും മീഡിയ ഫോക്കസിലേക്ക് സ്വാഗതം. SYSന്റെ സമ്മേളനത്തിൽ അമേരിക്കക്കാരനായ യഹിയ റോട്ടസിനെ കൊണ്ടുവന്ന് സമ്മേളനം ഉദ്ഘാടനം ചെയ്യിപ്പിച്ചു. അതിലെന്താ എന്ന് ചിലപ്പോൾ നമ്മൾ ചിന്തിച്ചേക്കാം. അതിലൊന്നുമില്ല. അവരവർ അംഗീകരിക്കുന്ന പുറത്തുനിന്നുള്ള വിദേശത്തുള്ള പണ്ഡിതന്മാരെ കൊണ്ടുവരുന്നതൊക്കെ സ്വാഭാവികമാണ്. കൊണ്ടുവരുന്ന പണ്ഡിതന്മാരുടെ നിലപാടുകൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മുജാഹിദിൻ്റെ സമ്മേളനത്തിന് ലോകപ്രശസ്ത സൂഫി പണ്ഡിതനെ കൊണ്ടുവന്ന് ഒരിക്കലും ഉദ്ഘാടനം ചെയ്യിപ്പിക്കുകയോ പ്രസംഗിപ്പിക്കുകയോ ചെയ്യില്ല. എന്നാൽ സമസ്ത AP വിഭാഗം SYSൻ്റെ സമ്മേളനത്തിന് കൊണ്ടുവന്ന വ്യക്തിത്വം സമസ്ത വെച്ച് പുലർത്തുന്ന ആശയത്തിന് നേരെ വിപരീതം പ്രവർത്തിക്കുന്ന ഒരാളാണ് എന്നുള്ളൊരു വസ്തുത നമ്മുടെ നൗഷാദ്, കുരുവട്ടൂർ തരീക്കത്തിൻ്റെ നൗഷാദ് അഹ്സനി എന്നറിയപ്പെടുന്ന മുസ്ലിയാർ ട്രോളിക്കൊണ്ട് സംസാരിക്കുന്ന ഒരു വീഡിയോ കാണാനിടയായി. ആ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ജുമുഅ ഖുതുബയുമായി ബന്ധപ്പെട്ടുകൊണ്ട് AP സമസ്തയുടെ പ്രഗത്ഭ പണ്ഡിതനായ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി മുമ്പ് സംസാരിച്ച ഒരു വീഡിയോ നമുക്ക് ആദ്യം ഒന്ന് കാണാം. െത്തുമ്പോൾ ഉത്തരവാദിത്വം നിർവഹിക്കാൻ വേണ്ടി ഞാൻ നിങ്ങളോട് പറയുകയാണ്, മലയാളത്തിൽ ഖുതുബ ഓതുന്ന ജുമഅയിൽ പോയി പങ്കെടുത്താൽ ആ ജുമഅ സഹീഹല്ല. അതുകൊണ്ട് തന്നെ മലയാളത്തിൽ ഖുതുബ ഓതുന്ന ജുമഅയിൽ പങ്കെടുക്കുന്ന വല്ല മുസ്ലിമീങ്ങളുമുണ്ടെങ്കിൽ ആഖിറത്തിൽ വെച്ച് പേരോട് ഉസ്താദ് പലപ്പോഴും പ്രസംഗിച്ചിട്ട് ഞങ്ങളോട് തുറന്നു പറഞ്ഞിട്ടില്ല എന്നൊന്നും പറയണ്ട. ജുമഅ നിസ്കാരത്തിന്റെ നിബന്ധനയാണ് 2 ഖുതുബ. ഖുതുബയുടെ നിബന്ധനയാണ് അത് അറബിയിൽ തന്നെ ആയിരിക്കുക എന്നത്. അത് മലയാളത്തിൽ കൊണ്ടുവന്നാൽ അത് ശറഇന്റെ നിയമമനുസരിച്ച് പാടുള്ളതല്ല. വലാ തുബ്തിലൂ അഅമാലക്കും, അല്ലാഹു ഖുർആനിൽ പറഞ്ഞാണ് നിങ്ങളുടെ അമലുകൾ നിങ്ങൾ ബാത്തിലാക്കാൻ പാടില്ല. നിബന്ധന ഒക്കാതൊരു കാര്യം ചെയ്താൽ അത് ബാത്തിലാണ്. അതുകൊണ്ട് തന്നെ മലയാളത്തിലുള്ള ഖുതുബ നടക്കുന്ന പള്ളിയിൽ പോയി ജുമഅയിൽ പങ്കെടുത്താൽ ജുമഅ നമുക്ക് കിട്ടുകയില്ല. ഇതിപ്പോ അല്ലാഹുവിനെ മുൻനിർത്തി പറയുന്നതാണ്, പറഞ്ഞില്ല എന്നാരും പറയണ്ട. വളരെ ഗൗരവത്തോടെയാണ് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി വിഷയം കൈകാര്യം ചെയ്യുന്നത്. അള്ളാഹുവിൻ്റെ കോടതിയിൽ പോയി മറുപടി പറയേണ്ടി വരും. ആ ഉത്തരവാദിത്വ നിർവഹണമാണ് ഞാനിവിടെ നടത്തുന്നത്, ഇനി ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത്ര ഗൗരവത്തോടെ ഇത് പറയാൻ കാരണം അതിനു മാത്രം വലിയ തെറ്റാണ് ഇത് എന്നുള്ളത് കൊണ്ടാണല്ലോ. ഇതൊരു നിസ്സാര വിഷയമല്ല എന്നുള്ളത് കൊണ്ടാണല്ലോ. അപ്പോൾ നമുക്കെന്ത് മനസ്സിലായി? സമസ്തയുടെ വാദപ്രകാരം വലിയ ഒരു തെറ്റ് തന്നെയാണ് ജുമുഅക്ക് മലയാളത്തിൽ ഖുതുബ നിർവഹിക്കുക എന്നുള്ളത്. അതായത് അനറബി ഭാഷയിൽ ഖുതുബ നിർവഹിക്കുക എന്നുള്ളത് അത് വലിയൊരു തെറ്റ് തന്നെ ആയിക്കൊണ്ടാണ് സമസ്താലയം പഠിപ്പിക്കുന്നത്. ആ ജുമുഅ നമുക്ക് കിട്ടില്ല എന്ന് വളരെ ഗൗരവത്തോടെ തന്നെ നമ്മുടെ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പറയുന്നത് നമ്മൾ കണ്ടു. ഇനി ഇവരുടെ സമ്മേളനത്തിന് ഉദ്ഘാടനം ചെയ്യാൻ വന്ന ആൾ ഏത് ഭാഷയിൽ ഖുതുബ പറയുന്ന ആളാണ്? നമുക്കിപ്പോൾ അയാൾ ഇംഗ്ലീഷിൽ ഖുതുബ പറയുന്നത് തെറ്റാണ് എന്ന് പറയാനല്ല ഞാനിത് പറയുന്നത്. ഇവർ ഉദ്ഘാടനത്തിന് കൊണ്ടുവന്ന ഇവർ അംഗീകരിക്കുന്ന ഒരു പണ്ഡിതൻ ഏത് ഭാഷയിൽ ഖുതുബ പറയുന്ന ആളാണ്? നമ്മളതൊന്ന് പരിശോധിക്കേണ്ടതുണ്ടല്ലോ. അങ്ങനെ പരിശോധിച്ചുകൊണ്ട് നൗഷാദ് അഹ്സനി കൊണ്ടുവന്ന ഒരു ക്ലിപ്പുണ്ട്. നൗഷാദ് അഹ്സനി അതുമായി ബന്ധപ്പെട്ട് സംസാരിക്കും. നമുക്ക് അതിലേക്ക് ഇനി കടക്കാം. കുറെ കാലമായി ഔലിയാക്കന്മാരെങ്ങനെ അളന്നു നോക്കുക. ബലിങ്ങനെ ശരീഅത്തിൽ പ്രശ്നമൊന്നുമില്ലല്ലോ. നിങ്ങൾ സൂബക്ക് കൊണ്ടുവന്ന ആൾ, സമ്മേളനത്തിന് കൊണ്ടുവന്ന ആൾ, അദ്ദേഹത്തെ ഞങ്ങളൊന്ന് അളക്കാൻ പോവാ. മൂപ്പർക്ക് വേണ്ടിയല്ല കേട്ടോ, ഇവർക്ക് വേണ്ടിയിട്ട്. നിസ്കാരങ്ങളിലെ ഏറ്റവും വലിയ നിസ്കാരം ഏതാ? ജുമുഅ അല്ലേ? ജുമുഅക്ക് ഖുതുബ ഷർത്തല്ലേ? ഖുതുബക്ക് അറബി ഷർത്തല്ലേ? നിങ്ങൾ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ കൊണ്ടുവന്ന, അതുപോലെ തന്നെ നിങ്ങളെ സുഹബക്ക് നേതൃത്വം നൽകിയ ആളുടെ ജുമുഅ ഖുതുബ അദ്ദേഹത്തിന്റെ ചാനലുണ്ട് യൂട്യൂബിൽ. ഞാൻ പൂട്ടിക്കാൻ പോകണ്ട, ഞങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം അയക്കാൻ ചിന്തിക്കുക പൂട്ടാൻ. ഞാൻ ഇത്ര നെറികെട്ട സാധനം അല്ലാണ്ട് ദുനിയാവിൽ വേറെ കിട്ടൂലല്ലോ. എന്താണ് മൂപ്പരെ ഖുതുബന്റെ അവസ്ഥ? അമേരിക്കയിൽ എല്ലാ വെള്ളിയാഴ്ചയും ഇംഗ്ലീഷിലാണ് യഹിയ റോഡസിന്റെ ഖുതുബ. ചെങ്ങൈമാരെ, നിങ്ങൾക്ക് ആ ഹുസൈൻ സലഫിനെ വിളിച്ചാൽ പോലെയെന്നോ? അയാൾ മലയാളത്തിലാണ് ഖുതുബ ഓതുന്നത്. ഇവരുടെ SYSന്റെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ വന്ന വ്യക്തി യഹിയ റോട്ടസ് എന്ന് പറയുന്ന ആ വ്യക്തി അവരുടെ നാട്ടിൽ അമേരിക്കയിൽ അദ്ദേഹം നടത്തുന്ന ഖുതുബ ഇംഗ്ലീഷ് ഭാഷയിലാണ് എന്നാണ് പറഞ്ഞത്. അങ്ങനെ അനറബി ഭാഷയിൽ ഖുതുബ നിർവഹിക്കുന്ന ഒരു വ്യക്തിത്വത്തെയാണ് ഇവർ എവിടത്തേക്ക് കൊണ്ടുവന്നത്? ഇവരുടെ SYSന്റെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നത്.
അപ്പോൾ ഇവരുടെ വാദപ്രകാരം ഇവരുടെ സമ്മേളനം SYSന്റെ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് ആരാണ്? അമേരിക്കക്കാരനായ ഒരു മുബത്തഴിയാണ് എന്ന് പറയണ്ടേ? ഇവർ വെച്ച് പുലർത്തുന്ന ആശയത്തിന് നേരെ വിപരീതം പറയുന്ന ആളുകളെ ഇവർക്ക് ഇവരുടെ SYSന്റെ ഉദ്ഘാടനത്തിലൊക്കെ കൊണ്ടുവരാണ് എങ്കിൽ നിങ്ങൾക്ക് ഹുസൈൻ സലഫിനെ വിളിച്ചൂടെ എന്നാ ചോദിക്കുന്നത്. അയാൾ മലയാളത്തിലല്ലേ ഖുതുബ പറയുന്നത്? അയാളെ വിളിച്ചാൽ പോരെ, പിന്നെ അമേരിക്കയിൽ നിന്ന് കെട്ടിവലിച്ച് ഇങ്ങനെ ഒരാളെ കൊണ്ടുവരേണ്ടതുണ്ടോ എന്ന രീതിയിലാണ് നൗഷാദിന്റെ സംസാരം. നൗഷാദ് തുടർന്നും പറയട്ടെ. യഹിയ റോഡസ് ഇംഗ്ലീഷിലാണ്. ഒരൊറ്റ ഖുതുബ ഇല്ല ഇങ്ങനല്ലാതെ. ഈ അറബി അല്ലാത്ത ഭാഷയിൽ ഖുതുബ ഓതിയായക്ക് ജുമ ഉണ്ടോ? നിങ്ങളെ ഭാഷയിൽ ജുമ ഉണ്ടോ? പൊന്മള അബ്ദുൽ ഖാദിർ മുസ്ലിയാർ എഴുതി വെച്ചത് ശാഫിഈ മദ്ഹബ് മാത്രമല്ല, ഒരൊറ്റ മദ്ഹബിലും അറബി അല്ലാത്ത ഖുതുബ പറ്റില്ല എന്നാണ്. എങ്കിൽ എങ്ങനെ ഇംഗ്ലീഷ് ഖുതുബ ഓതിയ ആളുകളെ ഉദ്ഘാടകനായത്, സുഹബന്റെ ആളായത്? ഖുതുബ കളിപ്പിക്കാൻ പോകണേ ഇംഗ്ലീഷ് ഖുതുബ. അതേ ആൾ ഉദ്ഘാടകൻ, മസ്ഹൂബ് ഉദ്ഘാടകൻ, സഹവസിക്കപ്പെടുന്ന ആൾ ഖുതുബ ഓതട്ടെ, വരട്ടെ. And they're addressing themselves first. Other people think that they're speaking to them, and to a second degree they are. But first and foremost, they speak to their own selves because they recognize the severity of calling people something that they themselves have not put into practice. And the more they think about this, the more broken they become. And were it not to be that Allah Tabaraka wa Ta'ala assists them and gives them the mashhad, i.e. the outlook that the mercy of Allah Ta'ala is great, and just as we've been commanded to put our knowledge. പേരോടുണ്ടാക്കി തിരിയില്ലട്ടോ, ഒരു രക്ഷയുമില്ല. ഇംഗ്ലീഷിലെ ഖുതുബ കഴിഞ്ഞിട്ടില്ലട്ടോ. ഒന്നിഞ്ഞിപ്പോ അത് കാണിച്ചിപ്പോ ഒന്നേ ഉള്ളൂ വിചാരിക്കണ്ട. അടുത്ത ഇതെന്നുതാ പരിപാടി, ഇംഗ്ലീഷിൽ ഖുതുബ ഓതുക. നിസ്കാരം ഇനി എങ്ങനെ എനിക്കറിയില്ല. ഞാൻ ചോദിക്കുന്നത് നിങ്ങളോടാണ്. ഒന്നുകൂടി വരട്ടെ, ഇംഗ്ലീഷിൽ ഒരു ഖുതുബയും കൂടി കാണിച്ചു കൊടുക്കും. More important for us to learn about our Prophet. And when we read the Quran, and then we read his ahadith, and we study his seerah, ultimately, even though that is the Prophet in Quran is revelation that he received because he was a walking Quran. We are reading, when we read his life story and we listen attentively to his words, we are reading both the Quran and tafsir, because the greatest tafsir is the life of our Prophet sallallahu alaihi wasallam, precisely because he was the walking Quran. So when we study his description, we are studying someone that put the Quran into practice in a way that no prophet before him, let alone member of his community after him, would ever be able to do so. And we have so many of these blessed descriptions. ഇത് ശരിക്ക് അബ്ദുല്ല കീമസരി ഇവരെ പറ്റിച്ചതാ. അയാൾക്കറിയാം ഇയാൾ ഇംഗ്ലീഷിലാ ഖുതുബ ഓതുകയാണ്. പക്ഷെ അയാൾക്ക് പ്രശ്നമില്ല. കാരണം അയാൾക്ക് ഈ ദീനുമായിട്ട് ബന്ധമല്ലല്ലോ, അയാൾക്ക് ക്യാഷ് ഉണ്ടാക്കണത്രല്ലേ ഉള്ളൂ. യഹിയ റോഡസിനെ ഇവിടെ കൊണ്ടുവന്നാൽ അയാളെ കാണിച്ച് അമേരിക്കയിൽ പോയി വേറെ പിരിവെടുത്ത അതേക്കാരം മൂപ്പര ലക്ഷ്യം. അതത്രേ ഉണ്ടാവുള്ളൂ. അല്ലാതെ അയാളോടുള്ള ബഹുമാനവും ആദരവും ഒന്നും ആവില്ല. ഇവിടെ എന്ത് സംഭവിച്ചു? എല്ലാ വെള്ളിയാഴ്ചയും ഇംഗ്ലീഷിൽ ഖുതുബ ഓതുന്ന ഇദ്ദേഹത്തിന്റെ വിധി എന്ത്? നിങ്ങളൊരു പെടല് നോക്കി, നിങ്ങൾ മതത്തില്ലെങ്കിൽ ഇക്വാലത്തിലുണ്ടാവും. നിഷേധിക്കാൻ പറ്റില്ല. യൂട്യൂബല്ലേ ഷെയ്ഖ്, ചാനൽ പൂട്ടിക്കാനല്ലേ നടക്കണ്. ഇത് പറയുന്ന എഴുതിയിട്ട് ഞങ്ങൾ ഈ പൂട്ടിച്ച ചങ്ങായിമാരെ അത് വേറൊരു ചാനൽ ഉണ്ടാക്കി പറഞ്ഞാൽ പോരെ? നിങ്ങളൊക്കെ ഒരു 100 കൊല്ലം മുമ്പ് മരിച്ചുകൊണ്ടിയാ. ഇവിടെ ജീവിക്കാൻ ഞങ്ങൾക്ക് അർഹതല്ല. ഇനി നിങ്ങൾ നോക്ക്, അതേ സമ്മേളനത്തിൽ യഹിയ റോഡസ് ഉദ്ഘാടനം കഴിഞ്ഞ് അടുത്ത ദിവസം അലവി സഖാഫിന്റെ ക്ലാസ്. അയാൾ പറയാണ് ബിദ്അത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണം മലയാള ഖുതുബയാണ്. അതേ സമ്മേളനത്തിൽ കേട്ടോക്ക്. ഇങ്ങനെ പുതിയ കാര്യങ്ങളിൽ നിർബന്ധമായതുണ്ട്, സുന്നത്തായതുമുണ്ട്. അതുപോലെ ഹറാമായതുണ്ട്, കറാഹത്തായതും ഉണ്ട്. ഉദാഹരണം, വെള്ളിയാഴ്ച ജുമുഅയുടെ നിർബന്ധ ഘടകമായ അല്ലെങ്കിൽ ഷർത്തായ ആ ഖുതുബ അത് മലയാളത്തിൽ നിർവഹിക്കുക എന്നത് അത് ഹറാമായ കാര്യമാണ്. കാരണം അത് ഇസ്ലാമിക പ്രമാണങ്ങളിലേക്ക് നമ്മൾ ഉരസി നോക്കുമ്പോൾ പ്രമാണങ്ങളുടെ പിൻബലം ഇല്ല. അത് പുതിയ കാര്യവുമാണ്,
അതുകൊണ്ട് അത് ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് വിരുദ്ധമാണ്, അത് അനാചാരമാണ്, അത് ഇസ്ലാമിൽ ശർഇൽ അത് ബിദ്അത്താണ് എന്നാണ് അതിന് പറയുക. ആ ശറയിൽ ബിദ്അത്ത് ചെയ്യുന്ന ആളെയാണ് ഞങ്ങളുടെ ഉദ്ഘാടകൻ. അതും കൂടി കൂട്ടി കൊടുക്കണം. ശറയിൽ ബിദ്അത്ത് ചെയ്യുന്നതാണ് സംഭവം. അപ്പൊ ഉദ്ഘാടൻ തന്നെ നിങ്ങളുടെ ഭാഷയിൽ മുബ്തദിയാണ്. കുഴപ്പമില്ല, പേരോടായാലും വലിയ മുബ്തദി അവിടെ ഉണ്ടല്ലോ, ഒന്നിനൊന്നും വെച്ചാണല്ലോ. ഇനി പേരോടിനും കൂടി ഒരു അവസരം കൊടുക്കണം. അയാൾ എന്തായാലും കൊണ്ടുവരണം. അയാള് ഖുത്ബ പരിഭാഷയെ സംബന്ധിച്ച് പറഞ്ഞത് ആകെ ആഴ്ചയിലുള്ള ഒരു പ്രധാന ഇബാദത്താണ് ജുമുഅ. ആ ജുമുഅ അറബി അല്ലാത്ത ഭാഷയിലായാൽ അയാൾക്ക് പിന്നെന്ത് ദീനാന്നാ പേരോട് ചോദിക്കണത്. അയാൾക്ക് പിന്നെന്ത് ദീന്? എടോ, ദീനില്ലാത്ത ആളെയാണ് സുഹബക്ക് കൊണ്ടുവന്ന് 4 കോടി ആളുകളിൽ നിന്ന് പിരിച്ചിട്ട് നാടായ നാടൊക്കെ അറബിയിൽ ഖുത്ബ ഓതാതെ, അതല്ലേ അടിസ്ഥാനമായിട്ട് വലിയ പറയുന്നേ. ഇസ്തിഗാസ, തവസ്സുല്, സ്ത്രീ പള്ളി പ്രവേശം, ഖുത്ബ, ഇത് അറബി അല്ലാത്ത ഭാഷയിൽ ഓതുക. ഇതൊരു മദ്ഹബിലുമില്ല. ഇതല്ലേ പൊന്മളയുടെ ഫതാവ മുഹീസുന്ന മുതൽ നിങ്ങൾ കേട്ടില്ലേ സഹോദരങ്ങളെ? സമസ്താലയത്തിൻ്റെ നിറം മാറ്റം, അവരുടെ ആശയത്തിൽ നിന്ന് അവർ മാറിക്കൊണ്ടിരിക്കുകയാണ്. പല വിഷയങ്ങളിലും അവർ ഈ രീതിയിൽ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. ഇവർക്കിപ്പോൾ മുബത്തഇയായ ആളുകളെ ഇവർക്ക് സ്വീകാര്യനായിക്കൊണ്ടിരിക്കുകയാണ്. അവരിനി അവരുടെ പള്ളികളിലും ഇൻഷാ അല്ലാഹ് ഉടൻ തന്നെ മലയാളത്തിൽ ഖുത്ബ നിർവഹിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അവർ തിരിച്ചു പോകും. മുൻകാലങ്ങളിൽ അവരുടെ നേതാക്കന്മാരായ ആളുകൾ അങ്ങനെ മലയാളത്തിൽ ഖുത്ബ നിർവഹിച്ചിട്ടുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് ചേരമാൻ ജുമാ മസ്ജിദുമായൊക്കെ ബന്ധപ്പെട്ടുള്ള ചില വീഡിയോകളിലൊക്കെ നമ്മൾ കണ്ടതാണ്. ഇവരീ പറയുന്ന നിഷിദ്ധമാണെന്ന വാദവും അതുപോലെ തന്നെ മുബ്തഇയാണ് എന്നുള്ള ആരോപണവും ഒക്കെ പറയുന്ന ഈ ഒരു രീതിയിൽ നിന്നവർ മാറി ഇവരും ഈ രീതിയിൽ മലയാള ഖുത്ബ നിർവഹിക്കുന്ന അവസ്ഥയിലേക്ക് വരും. സ്ത്രീകൾ പള്ളിയിൽ പോകുന്ന വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തൊക്കെ കുഴപ്പങ്ങളായിരുന്നു മുമ്പ് നടന്നത്. മാറ്റങ്ങൾ വന്നില്ലേ? യാത്രക്കാരികളായ സ്ത്രീകൾക്ക് നിസ്കരിക്കാനുള്ള സൗകര്യമുണ്ട് എന്ന രീതിയിൽ ബോർഡുകൾ വെച്ചുകൊണ്ട് പ്രത്യേകം നിസ്കരിക്കുവാനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തി. അത് കാലഘട്ടം കഴിയുമ്പോൾ അവർ പള്ളിയുമായി ബന്ധപ്പെട്ട് പള്ളിയിൽ ഉള്ളിൽ തന്നെ അത് കൊണ്ടുവരും. അവിടെ ജമാഅത്തിൽ തന്നെ പങ്കെടുക്കുന്ന അവസ്ഥയിലേക്ക് അവരെത്തും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. ആ കാലഘട്ടം കഴിയുന്നോരം അത് മാറ്റം വന്നുകൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ പേരോട് അബ്ദുറഹ്മാൻ സക്കാഫിയും അതുപോലെ തന്നെ അലവി സക്കാഫിയും വഹാബ് സക്കാഫിയും പോലെയുള്ള ആളുകൾ CM മടവൂരാണ് ലോകം നിയന്ത്രിക്കുന്നത് എന്നുള്ള ആ വാദം, അതുപോലെ തന്നെ പല പിഴച്ച വാദങ്ങൾ സമസ്തയുടെ നേതൃത്വത്തിൽ നിന്ന് തന്നെ വന്നപ്പോൾ, അതായത് പകരം ബാപ്പൂട്ടി മുസ്ലിയാരെ പോലെയുള്ള കാന്തപുരത്തെ പോലെയുള്ള ഒരുപാട് ആളുകൾ ആ രീതിയിലുള്ള പുത്തൻ വാദങ്ങൾ, പിഴച്ച ശിർക്കും കുഫറും കലർന്ന വാദങ്ങൾ ഉന്നയിച്ചപ്പോൾ അതിനെതിരെ അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഈ പറയുന്ന പേരോട് അബ്ദുറഹ്മാൻ സക്കാഫിയും വഹാബ് സക്കാഫിയും പോലെയുള്ള ആളുകൾ സംസാരിച്ചല്ലോ. അതുപോലെ തന്നെ പ്രാർത്ഥിക്കുക തന്നെയാണ് ചെയ്യുന്നത്, പ്രാർത്ഥിക്കാമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വാദം എന്നൊക്കെ പറഞ്ഞിരുന്ന മുൻഗാമികളെ തള്ളിക്കൊണ്ട് വഹാബ് സക്കാഫിയെ പോലെയുള്ള ആളുകൾ എന്താ പറഞ്ഞത്? ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്നൊക്കെ ഞങ്ങളുടെ പേരിൽ ആരോപിക്കുന്നതാണ് എന്ന് പേരോട് അബ്ദുറഹ്മാൻ സക്കാഫിയും അതേ രീതിയിൽ തന്നെ പറയുന്നത് നമ്മൾ വീഡിയോകളൊക്കെ കണ്ടതാണ്. അങ്ങനെ പല വിഷയങ്ങളിലും അവർക്ക് മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. സഹോദരങ്ങളെ, ഇത് കേവലം ഒരു പരിഹാസത്തിനോ മറ്റോ ഒന്നുമല്ല ഞാനിവിടെ സംസാരിച്ചത്. വളരെ ഗൗരവത്തോടെ ഇവർ സമൂഹത്തിൻ്റെ മുന്നിൽ പറഞ്ഞു വെച്ച പല കാര്യങ്ങൾക്കും ഇവരിൽ നിന്ന് തന്നെ പല മാറ്റങ്ങളും ഇപ്പോൾ വന്നിട്ടുണ്ട് എന്നുള്ളത് കാണിക്കുവാൻ വേണ്ടിയാണ്. ഇൻഷാ അല്ലാഹ് ഒരുപാട് വിഷയങ്ങൾ നമ്മളിതുപോലെ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നൗഷാദ് ഹസനി പേരോട് അബ്ദുറഹ്മാൻ സക്കാഫിയെ ബിദ്അഇ എന്ന രൂപത്തിൽ അഭിസംബോധന ചെയ്തത്. ഇൻഷാ അല്ലാഹ് മാറ്റം ഉറപ്പായും ഉണ്ടാകും. ഇനിയും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും. യഥാർത്ഥ അഹ്ലുസുന്നയുടെ പാതയിലേക്ക് അവരും എത്തിച്ചേരണം. സത്യം സത്യമായി മനസ്സിലാക്കുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ. യഥാർത്ഥ അഹ്ലുസുന്നയുടെ പാതയിൽ നമ്മളെയെല്ലാം അള്ളാഹു ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണ് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. അങ്ങനെ ചെയ്യുകയാണ് എങ്കിൽ നമ്മളിറക്കുന്ന വീഡിയോകൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.